ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിന്ന് നോക്കാം. നോട്ട് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ദെൻ കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഫാസിയോള, ലിവർ ഫ്ലൂക്ക്, ടേനിയ. ടേനിയ എന്ന് പറയുന്നത് ടേപ്പ് വേം ആണ്. ടേനിയ മീൻസ് ടേപ്പ് വേം. സെക്കൻഡ് വൺ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. സോഫിഷ്, ജെല്ലി ഫിഷ്, ഫ്ലൈയിങ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഡോഗ് ഫിഷ്. ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത് ജെല്ലി ഫിഷ് ആണ്. ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ദ ഫൈലം സിലിൻഡ്രേറ്റ. സിലിൻഡ്രേറ്റയിൽ വരുന്നതാണ് ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ഫിഷ്. അത് ആക്ച്വലി എന്തല്ല, ഫിഷ് അല്ല. ആൻഡ് നെയിം ഓഫ് സർട്ടൈൻ ആനിമൽസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ഫൈലം ഓഫ് ഈച്ച് ആനിമൽ. അതായത് കുറച്ച് ആനിമൽസിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്. അത് ഏത് ഫൈലത്തിലുള്ളതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, പൈല. പൈല ബിലോങ്സ് ടു ദ ഫൈലം മൊലുസ്ക. പ്ലൂറോബ്രക്കിയ, ടീനോഫോറ. ടീനോഫോറയിലാണ് പ്ലൂറോബ്രക്കിയ വരുന്നത്. ആൻഡ് നീറിസ് ബിലോങ്സ് ടു ദ ഫൈലം അനലിഡ. അനലിഡയിലാണ് നീറിസ്, അതേപോലെ തന്നെ എർത്ത് വോം ഒക്കെ വരുന്നത് കേട്ടോ. ആൻഡ് ദ ഡി, ബലാനോഗ്ലോസസ്, that belongs to the phylum Hemichordata. ഹെമികോഡേറ്റയിലാണ് ബലാനോഗ്ലോസസ് വരുന്നത്. Third question, observe the diagram showing the characteristic of a phylum. Identify the phylum. Name the part labeled A. C. Point out 3 fundamental characters of the phylum. ഇത് ഏത് ഫൈലാണ്? ഇത് ഫൈലം കോഡേറ്റയാണ്. ഇനി നെയിം ദ പാർട്ട് ലേബൽ എ. എ എന്ന് പറയുന്നത് നെർവ് കോഡാണ്. എ എന്ന് പറയുന്നത് നെർവ് കോഡാണ്. ഇനി ഇവരുടെ ഈ ഒരു ഫൈലത്തിൻ്റെ കുറച്ച് ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. നോട്ടോകോഡ് പ്രസൻ്റ് ആയതുകൊണ്ടാണ് ഇവരെ കോഡേറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണ്. പോസ്റ്റ് ആനൽ ടെയിൽ പ്രസൻ്റ് ആണ്. ഇതൊക്കെ ആരുടെ ഫീച്ചേഴ്സാണ്? ഈ ഫൈലം കോഡേറ്റ്സിൻ്റെ ഫീച്ചേഴ്സാണ്. അങ്ങനെ ഒരു 3-4 പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു 3 ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ് ആണ് എഴുതേണ്ടത്. നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എല്ലാ ഫൈലത്തിൻ്റെയും അറ്റ്ലീസ്റ്റ് ഒരു 3-4 ഫീച്ചേഴ്സ്, മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. The fourth question, note the relationship in the first pair and then complete the second pair. Ostrictis, cycloid scale and Chondrichthyes, ctenoid scales. Ostrictis എന്ന് പറയുന്നത് ബോണി ഫിഷ് ആണ്. അവരുടെ സ്കെയിൽസ് എന്ന് പറയുന്നത് സൈക്ലോയിഡ് സ്കെയിൽസ് ആയിരിക്കും. കോൺട്രിക്ടസിൽ അവരുടെ സ്കെയിൽസ് ടീനോയിഡ് സ്കെയിൽസ് ആയിരിക്കും. ടീനോയിഡ് സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിനുള്ളിൽ എംബ്രോയ്ഡ് ചെയ്തിട്ട് കാണുന്ന മൈന്യൂട്ട് ആയിട്ടുള്ളതാണ് എന്ത് ടീനോയിഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, arrange the following terms under 2 headings based on symmetry. Arthropods, ctenophores, mollusks, cylindrites. അതായത് കുറച്ച് ഓർഗാനിസംസ് അല്ലെങ്കിൽ കുറച്ച് ഫൈലംസ് തന്നിട്ടുണ്ട്. ഈ ഫൈലംസിനെ അവരുടെ സിമെട്രീൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമുക്ക് 2 സിമെട്രിയാണ് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ബയലാറ്ററൽ സിമെട്രി, ഒന്ന് റേഡിയൽ സിമെട്രിയാണ്. ഇതിൽ റേഡിയൽ സിമെട്രിയിൽ വരുന്നതാണ് സിലിൻഡ്രൈറ്റ്സും അതേപോലെ തന്നെ ടീനോഫോഴ്സും. സോ റേഡിയൽ സിമെട്രിയിൽ ആരൊക്കെയാണ് വരിക? സിലിൻഡ്രൈറ്റ്സ് ആൻഡ് ടീനോഫോഴ്സ്. അതേപോലെ തന്നെ ബയലാറ്ററൽ സിമെട്രിയിൽ വരുന്നതാണ് ആർത്രോപോഡ്സും മൊളുസ്കും. സിമെട്രി എന്താണെന്ന് അറിയാലോ, നമ്മളൊരു ഓർഗാനിസത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതിനെയാണ് നമ്മൾ സിമെട്രി എന്ന് പറയുക. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ പ്ലെയിൻസിലൂടെ കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ഹാഫ്സ് കിട്ടും. ബയലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആക്സിസിലൂടെ മാത്രം കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടാവുള്ളൂ. ഇനി 6th question, a table showing examples of vertebrates given below, but some of the examples are wrongly given. Identify and rearrange it. അതായത് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഓർഗാനിസംസിൻ്റെ പേരും അതിൻ്റെ എക്സാമ്പിൾസും തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതായിരിക്കില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം. പെസസ്, ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മമേലിയ. ഈ വരുന്ന ക്ലാസ്സസിലെയാണ് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പിസസ് മീൻസ് ഫിഷസ് ആണ്. ഇതിൽ ഫിഷസ് എന്ന് പറയുന്നത് ഒന്ന് ഡോഗ് ഫിഷ് വരുന്നുണ്ട്. ബ്ലൂ വെയിൽ ഈസ് നോട്ട് എ ഫിഷ്, ഇറ്റ് ഈസ് എ മാമൽ. ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് ഒരു മാമലാണ്. ഇനി അടുത്ത ഫിഷ് ഏതാണെന്ന് നോക്കി നോക്കൂ. അടുത്തത് രോഹു ആണ്. അപ്പോൾ പിസസിൽ വരുന്നത് ഒന്ന് ഡോഗ് ഫിഷും മറ്റൊന്ന് രോഹു ആണ്. ഇനി ആംഫിബിയയിൽ ഫസ്റ്റ് വൺ ഫ്രോഗ് കറക്റ്റാണ്. മറ്റൊരു ആംഫിബിയൻ എന്ന് പറയുന്നത് സാലമാൻഡർ ആണ്. ഇനി റെപ്റ്റൈൽസിൻ്റെ കേസിൽ ഒന്ന് ടോർട്ടോയ്സ് ആണ്. പിന്നെ ഏതാണ്? എലിഗേറ്റർ. എലിഗേറ്റർ മീൻസ് ചീങ്കണ്ണി നമ്മൾ പറയില്ലേ, അതാണ് മറ്റൊന്ന്.
ഇനി എയ്വ്സിൽ വരുന്നത് പെൻഗ്വിൻ ആൻഡ് വൾച്ചർ. മമേലിയയിൽ വരുന്നത് ഫ്ലൈയിങ് ഫോക്സ് ആൻഡ് ബ്ലൂ വെയിൽ. ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബാറ്റ്. നമുക്കറിയാം ബാറ്റ് എന്ന് പറയുന്നത് ഫ്ലൈയിങ് മാമലാണ് അല്ലേ. ഇനി ഇതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദ എബവ് മെൻഷൻ ക്ലാസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ്. ഇതിൽ ഏത് ക്ലാസ്സിലാണ് ഈ ന്യൂമാറ്റിക് ബോൺസ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുന്നത് ഹോളോ ആയിട്ടുള്ള ഓസിഫോയിഡ് ആയിട്ടുള്ള ബോൺസിനെയാണ് ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുക. ഇത് കാണുന്നത് എയ്വ്സിലാണ്. ഏതിലാണ്? ക്ലാസ് എയ്വ്സിലാണ് ന്യൂമാറ്റിക് ബോൺസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി 7th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദിസ് സ്യൂഡോസിലോമേറ്റ് ആനിമൽ ഫ്രം ദ ഫോളോവിങ്. ടേപ്പ് വോം, ഹുക്ക് വോം, എർത്ത് വോം, ഹണി ബി. ഇതിൽ സ്യൂഡോസിലോമേറ്റ് എന്ന് പറയുന്നത് ഹുക്ക് വോം ആണ്. ഹുക്ക് വോം ബിലോങ്സ് ടു ദ ഫൈലം ആഷൽമിന്തസ്. ആഷൽമിന്തസിലാണ് ഹുക്ക് വോം വരുന്നത്. ടേപ്പ് വോം പ്ലാറ്റി ഹെൽമിന്തസിലും എർത്ത് വോം അനലിഡ്സിലും ആണ് വരുന്നത്. ഹണി ബി എന്ന് പറയുന്ന ആർത്രോപോഡാണ്. പക്ഷേ ഇതിൽ സ്യൂഡോസിലോമേറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരേ ഒരു ഫൈലേ ഉള്ളൂ. അത് ഫൈലം ആഷൽമിന്തസ് ആണ്. ഫൈലം ആഷൽമിന്തസിലാണ് ഹുക്ക് വോം വരുന്നത്. ഇനി 8th ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം and name the class in which it belongs to. Write any one characteristic feature of the class. ഇത് സീ ഹോഴ്സ് ആണ്. ഹിപ്പോ ക്യാമ്പസ് എന്ന് നമ്മൾ പറയും. ഹിപ്പോ ക്യാമ്പസ് അല്ലെങ്കിൽ സീ ഹോഴ്സ്. ഇറ്റ് ബിലോങ്സ് ടു ദ ക്ലാസ് സ്പീസസ്. സൂപ്പർ ക്ലാസ് സ്പീസസിൽ വരുന്നതാണ് ഈ പറയുന്ന സീ ഹോഴ്സ് എന്ന് പറയുന്നത്. ഈ സൂപ്പർ ക്ലാസ് സ്പീസസിൽ തന്നെ 2 കാറ്റഗറീസ് ഉണ്ട്. ഓസ്ട്രിക്ടസും അതേപോലെ തന്നെ കോൺട്രിക്ടസും. അതിൽ തന്നെ ഓസ്ട്രിക്ടസിലാണ് ആര് വരുന്നത്? നമ്മളുടെ സീ ഹോഴ്സ് വരുന്നത്. ഈ സീ ഹോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്പോൾ ഇത് ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ക്ലാസ് ഓസ്ട്രിക്ടസിലാണ്. ഏതിലാണ് വരുന്നത്? ഓസ്ട്രിക്ടസിലാണ്. ആൻഡ് റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ ക്ലാസ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതിയാൽ മതി. പ്രസൻസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്, പെയർഡ് ഗിൽ സ്ലിറ്റ്സ് അല്ലെങ്കിൽ സ്കെയിൽസ് പ്രസൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും പീസസിൻ്റെ ഏതെങ്കിലും ഒരു ഫീച്ചറാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഇനി 9th ക്വസ്റ്റ്യൻ. Classify the given organism under the heading poikilotherms and homeotherms. Poikilotherms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ബ്ലഡഡ് ആനിമൽസിനെയാണ് poikilotherms എന്ന് പറയുക. ഇനി ഹോമിയോതേംസ് എന്ന് പറയുന്നതോ അവർ വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ poikilotherms എന്ന് പറയുന്നത് ഒന്ന് ഫ്രോഗാണ്, അതേപോലെ തന്നെ മറ്റൊന്ന് ഡോഗ് ഫിഷാണ്. ഡോഗ് ഫിഷ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഷാർക്കിനെയാണ് എന്തെന്ന് പറയുക ഡോഗ് ഫിഷ് എന്ന് പറയുന്നത്. സോ ഫ്രോഗും അതേപോലെ തന്നെ ഡോഗ് ഫിഷും എന്താണ്? പോയ്ക്കിലോതേംസ് ആണ്. അതേപോലെ തന്നെ ഹോമിയോതേംസിൽ വരുന്നത് റാറ്റും ഓസ്ട്രിച്ചാണ്. റാറ്റും ഓസ്ട്രിച്ചുമാണ് ഹോമിയോതേംസിൽ വരുന്നത്. ആൻഡ് ഡിഫൈൻ ദ ടേം പോയ്ക്കിലോതേംസ് ആൻഡ് ഹോമിയോതേംസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ ഡയഗ്രാം 10th ക്വസ്റ്റ്യൻ. ദ ഡയഗ്രാം ഓഫ് ആൻ ആനിമൽ ഈസ് ഗിവൺ. ഐഡൻറ്റിഫൈ ഇറ്റ്സ് സിമെട്രി. ഇതിൻ്റെ സിമെട്രി ഏതായിരിക്കും? ഇത് ബൈലാറ്ററൽ സിമെട്രി ആണ് കാണിക്കുന്നത്. 11th ക്വസ്റ്റ്യൻ. 2 characters of an invertebrate animal is given. Jointed appendages, Malpighian tubule. Identify the phylum and write the role of Malpighian tubule in it. Jointed appendages present ആണെങ്കിൽ അത് ഷുവർ ആണ്. അതെന്തായിരിക്കും? ഫൈലം ആർത്രോപോഡയാണ്. അതേപോലെ തന്നെ മാൽഫിജിയൻ ട്യൂബ്യൂൾസ് ആണ് എന്ത്? അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. മാൽഫിജിയൻ ട്യൂബ്യൂൾസ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. സോ മാൽഫിജിയൻ ട്യൂബ്യൂൾസും ജോയിൻറ്റഡ് അപ്പൻഡേജസും ഉണ്ടെങ്കിൽ അത് ഏത് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ ആയിരിക്കും? അല്ലെങ്കിൽ അത് വരുന്ന ഫൈലം ഏതായിരിക്കും? ഫൈലം ആർത്രോപോഡയാണ്. സോ ഈ ആർത്രോപോഡ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് എന്ത്? മാൽഫിജിയൻ ട്യൂബ്യൂൾ. സോ മാൽഫിജിയൻ ട്യൂബ്യൂളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. ഇനി 12th ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫോളോവിങ് വെർട്ടിബ്രേറ്റ് ക്ലാസിഫിക്കേഷൻ. ഇത് വെർട്ടിബ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ആ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വെർട്ടിബ്രേറ്റ്സിൽ 2 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് അഗ്നാത്ത, അതേപോലെ തന്നെ നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്ത എന്ന് പറയുമ്പോൾ ജോലെസ് ആയിട്ടുള്ളതാണ് അഗ്നാത്തയിൽ വരുന്നത്. നാത്തോസ്റ്റൊമാറ്റ ദേ ഹാവ് ജോസ്. ഇനി അഗ്നാത്തയിൽ വരുന്ന ഒരേ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഇനി നാത്തോസ്റ്റൊമാറ്റയിൽ 2 സൂപ്പർ ക്ലാസ്സസ് വരുന്നുണ്ട്. ഒന്ന് പീസസും അതേപോലെ തന്നെ ടെട്രാപോഡയും. അപ്പോൾ ബി എന്ന് പറയുന്നത് ടെട്രാപോഡയാണ്. പെസസിൽ വരുന്ന ക്ലാസ്സസ് ആണ് കോൺട്രിക്ടസ് ആൻഡ് ഓസ്റ്റിക്ടസ്. ഇനി ടെട്രാപോഡയിൽ വരുന്ന ക്ലാസ്സസ് ആണ് ആംഫിബിയ, റെപ്റ്റൈലിയ, എയ്സ് ആൻഡ് മാമൽസ്.
ഇനി കമ്പയർ എനി ടു ക്യാരക്ടേഴ്സ് ഓഫ് കോൺട്രിക്ടസ് ആൻഡ് ഓസ്റ്റിക്ടസ്. ഇതിൽ കോൺട്രിക്ടസിൽ ടിനോയിഡ് സ്കെയിൽസ് ആയിരിക്കും കാണുന്നുണ്ടാവുക, എന്നാൽ ഓസ്റ്റിക്ടസിൽ സൈക്ലോയിഡ് സ്കെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കോൺട്രിക്ടസിൽ അവരുടെ എൻഡോസ്കെലിട്ടൺ എന്ന് പറയുന്നത് കാർട്ടിലേജ് കൊണ്ടും എന്നാൽ ഓസ്റ്റിക്ടസിൽ ബോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോൺട്രിക്ടസിൽ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആയിരിക്കും, എന്നാൽ ഓസ്റ്റിക്ടസിൽ എന്ത് പ്രസൻ്റ് ആയിരിക്കും? എയർ ബ്ലാഡർ പ്രസൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഡിഫറൻസസ് ഓസ്റ്റിക്ടസും കോൺട്രിക്ടസും തമ്മിലുള്ള ഏതെങ്കിലും ഒരു 3 ഡിഫറൻസസ് ആണ് അല്ലെങ്കിൽ 2 ഡിഫറൻസസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇനി 13th ക്വസ്റ്റ്യൻ, മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി ആൻഡ് സി വിത്ത് എ. ഇതിൽ എ കോളത്തിൽ ഫൈലം അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടായിരിക്കും, ബിയിൽ കോമൺ എക്സാമ്പിൾസ് ആൻഡ് സി അതിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പീസസ് ആണ്. പീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിഷസ് ആണ്. അതിന് എക്സാമ്പിൾ സ്കോളിയോഡൻ ആണ് പീസസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് 2 ചേംബേർഡ് ഹാർട്ടാണ്. ഇനി സെക്കൻഡ് വൺ മമേലിയ അല്ലെങ്കിൽ മാമൽസ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫെലിസ് ആണ്. ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പൂച്ച. ഇനി അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് പ്രസൻസ് ഓഫ് ഹെയർ ആണ്, അതാണ് അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ആർത്രോപോഡയ്ക്ക് എക്സാമ്പിൾ എയ്ഡിസ് ആണ്. എയ്ഡിസ് ഇസ് എ കൈൻഡ് ഓഫ് മോസ്കിറ്റോ ആൻഡ് ദേ ഹാവ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആയിരിക്കും. ഇനി 14th ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഫൈലാസ് ഓർ ക്ലാസ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ഫൈലം ഓർ ക്ലാസ് ആൻഡ് ഗിവ് എക്സാമ്പിൾ ഓഫ് ഈച്ച് ഗ്രൂപ്പ്സ്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോഡി ഈസ് കവേർഡ് ബൈ സ്കെയിൽസ്, ഹാർട്ട് ഈസ് 3 or 4 ചേംബേർഡ്, ദേ റെസ്പയർ ത്രൂ ലെൻസ്. അതായത് ചില ഫൈലത്തിൻ്റെ അല്ലെങ്കിൽ ക്ലാസിൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും, അത് ഏതാണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോഡി സ്കെയിൽസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ്, ഹാർട്ട് 3 ചേംബേർഡ് അല്ലെങ്കിൽ 4 ചേംബേർഡ് ആണ് എന്ന് പറയുമ്പോൾ അത് ഏത് ക്ലാസ് ആയിരിക്കും? ദേ ബിലോങ്സ് ടു ദ ക്ലാസ് റെപ്റ്റീലിയ. ഇത് റെപ്റ്റീലിയൻ ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ അതിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ, കോമൺലി കോൾഡ് സീ വാൾനട്ട്സ് ആൻഡ് ഷോസ് ബയോലുമിനസൻസ് കാണിക്കുന്ന എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള സീ വാൾനട്ട് എന്നറിയപ്പെടുന്ന ആ ഒരു ഫൈലം എന്ന് പറയുന്നത് ഫൈലം ടീനോഫോറയാണ്. ടീനോഫോറയാണത്. ഫൈലം ടീനോഫോഴ്സിൻ്റെ പ്രത്യേകതയാണ് ഈ ബയോലുമിനസൻസ് എന്ന് പറയുന്നത്. ഇനി സി, body is divided into proboscis, collar and trunk, and they have open circulatory system and presence of proboscis gland. So ഇത് ഏത് ഫൈലാണ്? ഫൈലം ഹെമികോഡേറ്റൻ്റെ ഫീച്ചേഴ്സ് ആണ് presence of proboscis gland, body is divided into proboscis, collar and trunk. ഇതൊക്കെ ഹെമികോഡേറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി 15th ക്വസ്റ്റ്യൻ, among the different phyla of animals they have pseudospilum. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, ഫൈലം ആഷിൽമിന്തസ് ആണ് ഇതിൻ്റെ ആൻസർ. 16th ക്വസ്റ്റ്യൻ, കാറ്റഗറൈസ് ദ ഫോളോയിങ് ആനിമൽസ് അണ്ടർ റേഡിയൽ സിമെട്രി ആൻഡ് ബയലാറ്ററൽ സിമെട്രി. ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. ഫൈസാലിയ, ടേപ്പ് വേം, ഫാസിയോള, അഡാംസിയ. റേഡിയൽ സിമെട്രി അതേപോലെ തന്നെ ബയലാറ്ററൽ സിമെട്രി. ബയലാറ്ററൽ സിമെട്രിയിൽ വരുന്നതാണ് ഒന്ന് ടേപ്പ് വേം അതേപോലെ തന്നെ ഫാസിയോളയും. അപ്പോൾ റേഡിയൽ സിമെട്രിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫൈസാലിയ ആൻഡ് അഡാംസിയ. 17th question, characters of a marine invertebrate is given below. Spiny skin body, presence of water vascular system, identify and write the phylum. ഈ ഫൈലം എന്ന് പറയുന്നത് എന്താ? വാട്ടർ വാസ്കുലർ സിസ്റ്റംസ് പ്രസൻ്റ് ആയിട്ടുള്ള സ്പൈനി സ്കിൻഡ് ബോഡി ആയിട്ടുള്ള ആ ഓർഗാനിസം എന്ന് പറയുന്നത് എക്കിനോഡേംസ് ആണ്. ആ ഫൈലം എന്ന് പറയുന്നത് എക്കിനോഡേം ആണ്. ആ ഓർഗാനിസം അപ്പോൾ എന്തായിരിക്കും? സ്റ്റാർ ഫിഷ് ആണ്. അതിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എനി 2 ഫംഗ്ഷൻ ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം എമംഗ് ദം. വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രിയൻസിൻ്റെയും അതേപോലെ തന്നെ ഗ്യാസസ് എക്സ്ചേഞ്ചും ആണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ന്യൂട്രിയൻസും അതേപോലെ തന്നെ ഗ്യാസസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ. ഇനി 18th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സെൽ ഗിവൺ ഇൻ ദ ഡയഗ്രാം, മെൻഷൻ ദ നെയിം ഓഫ് ആനിമൽ ഫൈലം ബേസ്ഡ് ഓൺ ദ സെൽ. ഈ ഡയഗ്രാം എന്ന് പറയുന്നത് നിഡോബ്ലാസ്റ്റ് ആണ്. നിഡോബ്ലാസ്റ്റ് ഇസ് എ സ്റ്റിങ്കിങ് ഓർഗൻ സീൻ ഇൻ നിഡേറിയൻസ്. നിഡേറിയൻസിൽ കാണുന്ന ഒരു സ്റ്റിങ്കിങ് ഓർഗൻ ആണ് ഈ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൻകറേജ് ആണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്യാപ്ചറിങ് ഓഫ് പ്രേ ഒക്കെ ഈ നിഡോബ്ലാസ്റ്റ് കൊണ്ടാണ് ആ ഒരു ആനിമലിന് പോസിബിൾ ആവുന്നത്. ഇനി മെൻഷൻ ദ നെയിം ഓഫ് ആനിമൽ ഫൈലം. ഇത് ഏത് ഫൈലായിരിക്കും? നിഡോബ്ലാസ്റ്റ് പ്രസൻ്റ് ആണെങ്കിൽ അത് നിഡേറിയ ആണ്. 19th ക്വസ്റ്റ്യൻ,
Two examples of fishes are given below, Scoliodon and Exocetus. Place them in two distinct classes. Differentiate the above class based on two important characters. ഇതിൽ സ്കോളിയോഡൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡോഗ് ഫിഷ് എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ഫിഷ് ആണ്. സോ ദേ ബിലോങ്സ് ടു ദ ക്ലാസ് കോൺട്രിക്ടസ്. ആൻഡ് എക്സോസിറ്റസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബോണി ഫിഷ്. സോ ദേ ബിലോങ്സ് ടു ദ ക്ലാസ് ഓസ്റ്റിക്തസ്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. ഇനി 20th question, the characteristic feature of an invertebrate animal is given. The phylum includes the Combryllis, also called walnut. They are noted for their bioluminescence and complete identify the phylum. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഫൈലം ടീനോഫോറയാണ്. ഇനി 21st ക്വസ്റ്റ്യനും നേരത്തെ ഇതേപോലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. 22nd question, name the phyla in which the following cells or structure or organs are present. ചില സെൽസ് അല്ലെങ്കിൽ ചില സ്ട്രക്ചേഴ്സ്, ചില ഓർഗൻസിൻ്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഫൈലത്തിൽ കാണുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ റാഡുല. റാഡുല എന്ന് പറയുന്നത് ഫൈലം മൊളുസ്കയിൽ കാണുന്നതാണ്. ഇറ്റ് ഈസ് എ റാസ്പിംഗ് ഓർഗൻ. ഒരു റാസ്പിംഗ് ഓർഗനാണ് ഇത് റാഡുല എന്ന് പറയുന്നത്. ഇനി നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്റ്റിങ്കിങ് ഓർഗൻ സീൻ ഇൻ നിഡേറിയ. ആൻഡ് സി ന്യൂമാറ്റിക് ബോൺസ് ദാറ്റ് ഇസ് സീൻ ഇൻ ക്ലാസ് എയ്വ്സിലാണ് ന്യൂമാറ്റിക് ബോൺസ് അല്ലെങ്കിൽ ഹോളോ ബോൺസ് കാണുന്നത്. ആൻഡ് ഡി പ്രൊബോസിസ് ഗ്ലാൻഡ് ഇസ് സീൻ ഇൻ ഹെമികോഡേറ്റയിലാണ് പ്രൊബോസിസ് ഗ്ലാൻഡ് കാണുന്നത്. ഇനി 23, the following diagrams shows the characteristic feature of a phylum. Identify the phylum. Mention 4 salient features of this phylum. ഇത് കോഡേറ്റ് ആണ്. ഇതിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു 4 സാലിയൻറ്റ് ഫീച്ചേഴ്സ്, കോഡേറ്റ്സിൻ്റെ ഏതെങ്കിലും ഒരു 4 സാലിയൻറ്റ് ഫീച്ചേഴ്സാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി 24th question, observe the following feature of animal and answer the following question. കുറച്ച് ആനിമൽസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. അത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്ന് മോയ്സ്റ്റ് സ്കിൻ, ഹുക്സ് ആൻഡ് സക്കേഴ്സ്, ന്യൂമാറ്റിക് ബോൺസ്, ഡ്രൈ ആൻഡ് നോൺ ഗ്ലാൻഡുലാർ സ്കിൻ, മെറ്റാമറിസം. അതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂമാറ്റിക് ബോൺസ് ആണ്. പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ്, അതാണ് ബേർഡ്സിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, സെലക്ട് ദ ആംഫിബിയസ് അഡാപ്റ്റേഷൻ ഓഫ് bird. The amphibious adaptation of bird is dry and non-glandular skin. Dry ആയിരിക്കും, അതേപോലെ തന്നെ നോൺ ഗ്ലാൻഡുലാർ സ്കിൻ ആണ് ആർക്കുള്ളത്? ഈ പറയുന്ന ബേർഡ്സിനുള്ളത്. ഇനി 25th question, assign the following feature of animals given in the column A to the most appropriate animal phylum given in the column B. Assign the following feature of animals given in the column A to the most appropriate animal phylum given in column B. ഇതിൽ കോളം എയിൽ കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. കോളം ബി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ മെറ്റാമറിസം എന്ന് പറയുന്നത് ബോഡി സെഗ്മെൻറ്റേഷനെയാണ് മെറ്റാമറിസം എന്ന് പറയുക. അത് ടീനോഫോഴ്സിലില്ല, പ്ലാറ്റിഹെൽമിന്തസിലില്ല. അതേപോലെ തന്നെ ഇത് കാണുന്നത് ഏതിലാണ്? മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ കാണുന്നത് അനലിഡ്സിലാണ്. ഓക്കെ, അപ്പോൾ മെറ്റാമറിസം അതിൻ്റെ നേരെ വരുന്നത് 3 അനലിഡയാണ്. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താ? സ്പൈനി എക്സോസ്കെലട്ടൺ ആണ്. സ്പൈനി എക്സോസ്കെലട്ടൺ ഈസ് എ ഫീച്ചർ ഓഫ് എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റിൻ്റെ ഫീച്ചറാണ് സ്പൈനി എക്സോസ്കെലട്ടൺ എന്ന് പറയുന്നത്. എക്സോസ്കെലട്ടൺ എങ്ങനെയുള്ളതായിരിക്കും? സ്പൈനി ആയിരിക്കും. സോ എക്കിനോഡെർമേറ്റയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ, കോംപ്ലേറ്റ്സ് ആർ സീൻ ഇൻ ഫൈലം ടീനോഫോറയിലാണ് ഏത് കാണുന്നത്? കോംപ്ലേറ്റ്സ് കാണുന്നത്. എന്നാൽ അതേപോലെ തന്നെ ഫ്ലെയിം സെൽസ് കാണുന്നത് ഇതിലാണ്? പ്ലാറ്റിഹെൽമിന്തസിലാണ്. സെക്കൻഡ് വൺ പ്ലാറ്റിഹെൽമിന്തസ് ആണ്, അതിലാണ് ഫ്ലെയിം സെൽസ് കാണുന്നത്. ഇനി 26th question, the diagram sketch given below represent hypothetical coordinate. If you find any mistake in the label part, copy and diagram and make necessary correction in the labeling. ഇതിൽ മെയിനായിട്ടുള്ള കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് നോട്ടോ കോഡല്ല. നോട്ടോ കോഡിന് പകരം അവിടെ എന്താ എഴുതേണ്ടത്? നെർവ് കോഡാണ്. ആ നെർവ് കോഡിന് എഴുതിയെടുത്ത് എന്താ എഴുതേണ്ടത്? നോട്ടോ കോഡാണ്. അതാണ് അതിൽ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എനി ടു ലാബൽ പാർട്സ് ഇൻ ദ ഡയഗ്രാം മെൻഷൻ ഹൗ ദിസ് ഫൈലം ഡിഫർ ഫ്രം നോൺ കോഡേറ്റ്സ്.
നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും രണ്ട് പാർട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൻ്റെ ബേസ് ലൈക്ക് ഫീച്ചേഴ്സിൻ്റെ ബേസിൽ കോഡേറ്റ്സിനെയും നോൺ കോഡേറ്റ്സിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ, കോഡേറ്റ്സിൽ നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും, നോൺ കോഡേറ്റ്സിൽ നോട്ടോകോഡ് ആബ്സെൻ്റ് ആയിരിക്കും. കോഡേറ്റ്സിൽ നെർവ് കോഡ്സ് പ്രസൻ്റ് ആയിരിക്കും, നോൺ കോഡേറ്റ്സിൽ നെർവ് കോഡ്സ് ആബ്സെൻ്റ് ആയിരിക്കും. കോഡേറ്റ്സിൽ പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണ്, ദാറ്റ് ഈസ് ആബ്സെൻ്റ് ഇൻ നോൺ കോഡേറ്റ്സ്. ഇതിലേതെങ്കിലും ഒരു രണ്ട് ഫീച്ചേഴ്സ് എഴുതിയാൽ മതിയായിരിക്കും. ഇനി 27th question, prawns and insects are included in the phylum Arthropoda. While they have different habit and habitat, justify your answer. പ്രോൺസും അതേപോലെ തന്നെ ഇൻസെക്ട്സും അവർ രണ്ടും രണ്ട് ഹാബിറ്ററ്റിലാണ് കാണുന്നത്. ഒന്ന് കൂടുതലും അക്വാട്ടിക് ഹാബിറ്റേറ്റിലാണ് പ്രോൺസിനെ കാണുന്നത്. ഇൻസെക്ട്സ് എല്ലാം അക്വാട്ടിക് ആവണമെന്നില്ല, അക്വാട്ടിക് ഇൻസെക്ട്സും ഉണ്ട്, അക്വാട്ടിക് അല്ലാത്ത ഇൻസെക്ട്സും ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ലാറ്റിനെയും ഏതിലിട്ടിട്ടുള്ളത് ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിലാണ് ഇട്ടിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും? കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ബോത്ത് ഹാവ് എൻ കൈറ്റനസ് എക്സോസ്കെലറ്റൻ. കൈറ്റനസ് എക്സോസ്കെലറ്റൻ പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ സെഗ്മെൻറ്റേഷൻ, ബോഡി എക്സ്റ്റേണലി സെഗ്മെൻറ്റഡ് ആണ് രണ്ടിലും. അതേപോലെ തന്നെ ജോയിൻറ്റഡ് അപ്പൻഡേജസ് പ്രസൻ്റ് ആണ്. മെയിനായിട്ട് ജോയിൻറ്റഡ് അപ്പൻഡേജസ് രണ്ടിലും പ്രസൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അവരെ ഏതിലിട്ടിട്ടുള്ളത്? ഫൈലം ആർത്രോപോഡയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി 28th question, figure X and Y are the fish of two different classes. Identify them and differentiate between these classes. രണ്ട് ഫിഷസ് തന്നെ തന്നിട്ടുണ്ട്. ഒന്ന് സ്കോളിയോഡൻ അല്ലെങ്കിൽ ഡോഗ് ഫിഷ്, കോൺട്രക്ടസിലാണ് വരുന്നത്. മറ്റേത് ഏതാണ്? രോഹു, അത് വരുന്നത് ഓസ്റ്റിക്തസിലാണ്. കോൺട്രക്ടസിൻ്റെയും അതേപോലെ തന്നെ ഓസ്റ്റിക്തസിൻ്റെയും ഫീച്ചേഴ്സ്, ഡിഫൈനിങ് ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, നമ്മളിത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. 29th question, birds are well adapted for flying. Give any 3 such adaptation. ബേർഡ്സിന് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ, ഏതെങ്കിലും ഒരു 3 ഫ്ലൈറ്റ് അഡാപ്റ്റേഷന് അഡാപ്റ്റേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ് അല്ലെങ്കിൽ ഓസിഫൈഡ് ബോൺസ് പ്രസൻ്റ് ആണ്. ആൻഡ് ദെയർ ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. അവരുടെ ഫോർ ലിംസ് എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്? വിങ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ബോഡീനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? ഫെതേഴ്സ് പ്രസൻ്റ് ആണ്. ബോഡി ഈസ് കവേർഡ് വിത്ത് ഫെതേഴ്സ്. അതാണ് 3 ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 29നും അതേപോലെ തന്നെ 30യും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റ്സും എന്താണ്? കോഡേറ്റ്സ് ആണ്. ബിക്കോസ് ദേ ഹാവ് നോട്ടോകോഡ്. അങ്ങനെ നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോഡേറ്റ്സ് എന്ന് പറയുക. ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. പക്ഷേ എല്ലാ കോഡേറ്റ്സും എന്തല്ല? വെർട്ടിബ്രേറ്റ്സ് അല്ല. കാരണം കോഡേറ്റ്സ് വെർട്ടിബ്രേറ്റ്സ് ആവണമെങ്കിൽ അവരുടെ നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരണം? വെർട്ടിബ്രൽ കോളം വരണം. അങ്ങനെ വെർട്ടിബ്രൽ കോളം വരികയാണെങ്കിൽ അവരെന്താവും? വെർട്ടിബ്രേറ്റ്സ് ആവും. അങ്ങനെ വെർട്ടിബ്രൽ കോളം ഇല്ലെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റില്ല? വെർട്ടിബ്രേറ്റ്സിന് വിളിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് 31st question, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. സാലമാൻഡർ, ആംഫിബിയ. സാലമാൻഡർ എന്ന് പറയുന്നത് ആംഫിബിയയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ കെമേലിയോൺ വരുന്നത് ഏതിലാണ്? റെപ്റ്റീലിയയിലാണ്. കെമേലിയോൺ ബിലോങ്സ് ടു റെപ്റ്റീലിയ. ഇനി question number 32, in your practical the class teacher brought the following preserved animals: Balanoglossus, Paella, tapeworm and Physalia. Identify the phylum of each animal and select the distinguishing character of each phylum from the following tables. അതായത് കുറച്ച് ആനിമൽസിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഈ ആനിമൽസ് ഏത് ഫൈലത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ അവരുടെ ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചറും കൂടി ഇതിൽ നിന്ന് നമ്മൾ എടുത്തെഴുതണം. സോ ബലാനോഗ്ലോസസിൻ്റെ ഫൈലം എന്ന് പറയുന്നത് ഫൈലം ഹെമികോഡേറ്റയാണ്. ഹെമികോഡേറ്റേൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ് ഹെമികോഡേറ്റ്സിൽ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പൈല ബിലോങ്സ് ടു ദ ഫൈലം മുളുസ്ക. അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് തേർഡ് വൺ, ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് റാഡുല. Third one, tapeworm belongs to the phylum Platyhelminthes. അവരുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഫ്ലെയിം സെൽസ്. ദ ഫ്ലെയിം സെൽസ് ആക്ട് ആസ് ദെയർ എക്സ്ക്രീറ്ററി ഓർഗൻ, ദേ ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. ഇനി ഫൈസാലിയൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഏതാണ്? ഫൈസാലിയ ഏത് ഫൈലത്തിലാണ് വരുന്നത്? ഫൈസാലിയ ബിലോങ്സ് ടു ദ ഫൈലം സിലിൻഡ്രേറ്റ. സിലിൻഡ്രേറ്റയിലാണ്
ഫൈസാലിയ വരുന്നത്. ആ ഫൈസാലിയേൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലീറ്റ്സ് അല്ല, ഫ്ലെയിം സെൽസ് അല്ല, റെഡുല അല്ല, മാൽഫീജിയൻ ട്യൂബ്യൂൾ അല്ല, പ്രൊബോസസ് ഗ്ലാൻഡ് അല്ല. ഏതാണ്? 6th വൺ, ദാറ്റ് ഇസ് നിഡോസൈറ്റ്. നിഡോസൈറ്റ് ആണ്, അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ളതാണ് ഇതിൽ, ഈ പറയുന്ന ഫൈസാലിയയിൽ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 33, അത് നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇനി 34th ക്വസ്റ്റ്യൻ, നെയിം ദ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ ഓഫ് ദ ഫോളോയിങ് ആനിമൽ ഗ്രൂപ്പ്സ്. നിഡേറിയയുടെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ്. സെക്കൻഡ് വൺ ആർത്രോപോഡേൻ്റെ ഫീച്ചർ എന്താ? ദേ ഹാവ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. തേർഡ് വൺ പോളിഫറ. അങ്ങനെ പോളിഫേഴ്സ് എന്ന് പറയാൻ കാരണം ദേ ആർ പോട്ട് ബെയറിങ് ഓർഗാനിസം. പോളിഫേഴ്സ് എന്ന് പറയുന്നത് പോട്ട് ബെയറിങ് ഓർഗാനിസംസ് ആണ്. അൻലിഡ എന്ന് പറയുന്നത് ദേ ഷോസ് മെറ്റാമറിസം. അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ദേ ഷോസ് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ. ആൻഡ് കോഡേറ്റ്സിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് നോട്ടോകോട്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് വൺ ടീനോഫോഴ്സിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് കോംപ്ലേറ്റ്സ് പ്രസൻ്റ് ആണ്. അവരുടെ ബോഡിയിൽ എന്ത് പ്രസൻ്റ് ആണ്? കോംപ്ലേറ്റ്സ് പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ ബയോലുമിനിസെൻസ്, അതും അവരുടെ ഒരു ഫീച്ചറാണ്. Next is question number 35. Your biology teacher exhibited a laboratory specimen in the classroom, based on which feature you will distinguish it as a chordate or a non-chordate. ഒരു ഓർഗാനിസം കോഡേറ്റ് ആണോ നോൺ കോഡേറ്റ് ആണോ എന്ന് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് എന്തറിഞ്ഞാൽ മതി? അതിൽ നോട്ടോകോഡ് പ്രസൻ്റ് ആണോ എന്ന് അറിഞ്ഞാൽ മതി. സോ ബേസ്ഡ് ഓൺ ദ നോട്ടോകോഡ്. 37th question. The following are the key characteristics of an animal group. Circular and sucking mouth without jaws. Fish-like body without scales and paired fins. Circular and sucking mouth. Circular ആണ്, sucking mouth ആണ്, without jaws, jawless ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. And they have a fish-like body. Fish-like body ആണ്, without scales and paired fins. And these two are the features of class Cyclostomata. അഗ്നാത്തയിൽ വരുന്ന ഒരേ ഒരു ക്ലാസ്സാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ആ സൈക്ലോസ്റ്റൊമാറ്റയിലെ ഒരു ഫീച്ചറാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നെയിം ദ ക്ലാസ് ഇൻ വിച്ച് ദിസ് ആനിമൽ ബിലോങ്സ്. ഏത് ക്ലാസ്സിലാണ്? ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഗീവ് 2 എക്സാമ്പിൾസ് ഫ്രം ദിസ് ക്ലാസ്. ഇതിൽ നിന്ന് 2 എക്സാമ്പിൾസ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്ലാസ്സിൻ്റെ 2 എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്നതാണ്. ഒന്ന് ലാംബ്രേ, അതേപോലെ തന്നെ പെട്രോമൈസൺ. ലാംബ്രേ അതേപോലെ തന്നെ പെട്രോമൈസൺ ആണ് സൈക്ലോസ്റ്റൊമാറ്റയ്ക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38. Frog, salamander, tortoise and crocodile are seen in both water and land, but they are classified into 2 different classes of the phylum Vertebrata. Evaluate this classification comparing salient features of each class. അതായത് ഫ്രോഗ്, അതേപോലെ തന്നെ salamander, tortoise, crocodile ഇതെല്ലാം കാണുന്നത് വാട്ടറിലും അതേപോലെ തന്നെ ലാൻഡിലുമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളപ്പോൾ 2 ഡിഫറെൻറ്റ് ഫൈലത്തിലാണ് ഇട്ടിട്ടുള്ളത്. സോ അവരുടെ സാലിയൻ ഫീച്ചേഴ്സിൻ്റെ ബേസിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രോഗും സലമാൻഡറും വരുന്ന ക്ലാസ് ആംഫിബിയയാണ്. അതേപോലെ തന്നെ ടോർട്ടോയ്സ് ആൻഡ് ക്രോക്കോഡൈൽ ബിലോങ്സ് ടു ദ ക്ലാസ് റെപ്റ്റീലിയ. ഇനി ഇവരുടെ ഫ്രോഗിൻ്റെ കേസിൽ അവരുടെ സ്കിൻ എന്ന് പറയുന്നത് മോയ്സ്റ്റ് സ്കിൻ ആയിരിക്കും. എന്നാൽ ടോർട്ടോയ്സും അതേപോലെ തന്നെ ക്രോക്കോഡൈൽസിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് കോണി സ്കിന്നാണ് അവരുടെ നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫ്രോഗിന് അല്ലെങ്കിൽ ആംഫിബിയൻസിന് അവരുടെ എഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഡെലിക്കേറ്റ് ആയിരിക്കും. പക്ഷേ റെപ്റ്റൈൽസിൻ്റെ കേസിൽ അവരുടെ എഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കവേർഡ് വിത്ത് ഹാർഡ് കാൽക്കാരിയസ് ഷെൽ. ഒരു ഹാർഡായിട്ടുള്ള കാൽക്കാരിയസ് ഷെൽ കൊണ്ടാണ് അവരുടെ എഗ് എന്ത് ചെയ്യുന്നത് കവർ ചെയ്തിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ മറ്റേത് നമ്മൾ ആംഫിബിയൻസിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലാർവൽ സ്റ്റേജ് എവിടെയായിരിക്കും കൂടുതലും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? വാട്ടറിലായിരിക്കും. അഡൾട്ടായിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അതിന് മാറി ലാൻഡിലേക്ക് വരും. എന്നാൽ റെപ്റ്റൈൽസിൻ്റെ കേസിൽ അവർ കൂടുതലും എവിടെയാണ് ഉണ്ടാവാറ്? ലാൻഡിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സാണ് അവിടെ എഴുതേണ്ടത്. 39th question. Pick out the coelomate organism from the following. Coelomate, coelom absent ആയിട്ടുള്ള ഓർഗാനിസം. റൗണ്ട് worm, hookworm, filarial worms and tapeworm. അസിലോമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു? സീലം ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞു. റൗണ്ട് വേം അല്ല, ഹുക്ക് വേം അല്ല, അതേപോലെ തന്നെ ഫിലേറിയൽ വേംസ് അല്ല. കാരണം ഇത് മൂന്നും റൗണ്ട് വേംസിൽ വരുന്നതാണ് അല്ലെങ്കിൽ ആഷിൽമിന്തസിൽ വരുന്നതാണ്.
ഇതിൽ അസിലോമേറ്റ് ആയിട്ടുള്ളത് ഏതാണ്? ടേപ്പ് വർം ആണ്. സോ നെയിം ദ ഫൈലം ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ടു. ടേപ്പ് വർം ബിലോങ്സ് ടു ദ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. മെൻഷൻ ഇറ്റ്സ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. കാരണം ഇവരെ കൂടുതലും നമ്മുടെ ഓർഗാനിസംസിൽ എന്തായിട്ടാണ് കാണുന്നത്? പാരസൈറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. ഇനി വാട്ട് ഈസ് ദ സിലോമിക് കണ്ടീഷൻ ഓഫ് അതർ ഓർഗാനിസം? ബാക്കി മൂന്നെണ്ണത്തിൻ്റെയും സിലോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ദേ ആർ സ്യൂഡോസിലോമേറ്റ്സ്. അവർ മൂന്നും സ്യൂഡോസിലോമേറ്റ്സ് ആണ്. ഓക്കെ. ഇനി 40th question. During a seashore visit, a student collects two organisms. Observing the morphology, it is clear that the organisms are radially symmetric. One of them shows bioluminescence. അതിൽ ഒരെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ബയോലുമിനസെൻസ് കാണിക്കുന്നുണ്ട്. ടു വിച്ച് ഫൈലം ഡസ് ദ ഓർഗാനിസം ബിലോങ്സ് ടു? ഇതിൽ ബയോലുമിനസെൻസ് കാണിക്കുന്നത് ഏത് ഫൈലത്തിൽ വരും? ഫൈലം ടീനോഫോറയിലാണ് ബയോലുമിനസെൻസ് കാണിക്കുന്നത് വരിക. മറ്റേത് അപ്പോൾ ഏതിലായിരിക്കും വരുന്നുണ്ടാവുക? ഫൈലം സിലിൻഡ്രേറ്റയിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ. ഇനി അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. Which distinctive feature of this organism will help you to categorize it into a particular phylum? ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒന്ന് ബയോലുമിനസെൻസ് ആണ്. ബയോലുമിനസെൻസ് കാണിക്കുന്ന ഫൈലം എന്ന് പറയുന്നത് ഫൈലം ടീനോഫോറയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തതിൽ ബയോലുമിനസെൻസ് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അതെന്താന്ന് പറഞ്ഞു? റേഡിയൽ സിമെട്രി ആണെന്ന് പറഞ്ഞു. സോ അത് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. അപ്പോൾ അതെന്താവാനുള്ള സാധ്യത ഉണ്ട്? അത് സിലിൻഡ്രേറ്റ് ആവാനുള്ള സാധ്യത നല്ലതുണ്ട്. ഓക്കെ. ഇനി 41. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. സിലോമേറ്റ്, ആർത്രോപോഡാസ്, സ്യൂഡോസിലോമേറ്റ് ഏതാണ്? സ്യൂഡോസിലോമേറ്റ്സ് വരുന്ന ഫൈലം എന്ന് പറയുന്നത് ഫൈലം ആഷൽമിന്തസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 42. Is it possible to compare the water-vascular system of phylum Echinodermata to circulatory system of man in some aspect? Justify your statement. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടും ഡിഫറെൻ്റ് ആണ് എങ്കിൽ പോലും, ആ സ്ട്രക്ചേഴ്സൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ഒന്ന് രണ്ടുപേരും ചെയ്യുന്നത് ഒന്ന് ഗ്യാസസ് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ ന്യൂട്രിയൻസിനെ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് രണ്ടിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത്. Question number 44. Find the relationship between the given words and suggest the suitable word for the fourth place. Annelida അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് നെഫ്രീഡിയാണ്. ആർത്രോപോഡേൻ്റെ കേസിലാണെങ്കിൽ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽഫീജിയൻ ടിബ്യൂൾസ് ആണ്. ഓസ്റ്റിക്തസിന് സൈക്ലോയിഡ് സ്കെയിൽസ് ആണെങ്കിൽ കോൺട്രിക്തസിന് ടിനോയിഡ് സ്കെയിൽസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 45. മാച്ച് ദ കോളം 1 with 2. കോളം 1 കോൾ ബ്ലഡഡ് ആനിമൽ. കോൾ ബ്ലഡഡ് ആനിമൽ ഇതിലേതാണ്? ഷാർക്കാണ്. ഇനി ലിവിങ് ഫോസിൽ ലിമുലസ്, എഗ് ലേയിങ് മാമൽ പ്ലാറ്റിപ്പസ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇസ് സീൻ ഇൻ സീ കുക്കുംബർ. സീ കുക്കുംബറിലാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 46. ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഫൈലം. ഐഡൻറ്റിഫൈ ദ ഫൈലം. ലാബൽ എ ഇൻ ദ ഡയഗ്രാം. മെൻഷൻ 4 സാലിയൻ ഫീച്ചേഴ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ. അതായത് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് കാണിക്കുന്നതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 47. കംപ്ലീറ്റ് ദ കോളം യൂസിങ് അപ്രോപ്രിയേറ്റ് ഫൈലം, ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻ. പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡോസോ വെൻട്രലി ഫ്ലാറ്റൻ ബോഡി. അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലെയിം സെൽസ് ആണ്. ആർത്രോപോഡ്സിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ്. എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽഫീജിയൻ ട്യൂബ്യൂളാണ്. ഇനി അടുത്തതിൽ ബോഡി സെഗ്മെൻറ്റേഷൻ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ അതെന്താവാം? അനലിഡ് ആവാം. അനലിഡ്സിന് എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? നെഫ്രീഡിയാണ്. അനലിഡ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് നെഫ്രീഡിയാണ്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസൻ്റ് ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഏതായിരിക്കും? അത് എക്കിനോഡെർമേറ്റയാണ്. ഫൈലം എക്കിനോഡെർമേറ്റയാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 48. ഫിഗർ എ ആൻഡ് ബി ആർ ദ ഫിഷേഴ്സ് ഓഫ് 2 different classes. ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് ക്ലാസ്സസ്. നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ക്ലാസിഫൈ ദ ഓർഗാനിസം ബിലോ ബേസ്ഡ് ഓൺ സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. സെഗ്മെൻറ്റേഷൻ ബേസ്ഡ് ഓൺ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ പ്രസൻ്റ് ആണ്, ഒന്നിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഇതിൽ മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ പ്രസൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ടേനിയ. ടേനിയ മീൻസ് ടേപ്പ് വോം. അതിൻ്റെ ബോഡി എന്ന് പറയുന്ന കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും
കാണുന്നുണ്ടാവുക. അതേപോലെ തന്നെ നീറിസ് ഫെറിട്ടിമ. നീറിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാട്ടർ അനലിഡ. ആൻഡ് ഫെറിട്ടിമ ഓർ എർത്ത് വോം ഇതൊക്കെയാണ് അനലിഡ്സിൽ വരുന്നത്. ഇവരുടെ ആണ് എന്ത് കാണിക്കുന്നത്? ബോഡി സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നത്. ഇതിൽ ടേനിയ അല്ലെങ്കിൽ ടേപ്പ് വോം എന്ന് പറയുന്നത് എന്തല്ല, അനലിഡ് അല്ല എങ്കിൽ പോലും അവരെന്ത് കാണിക്കുന്നുണ്ട്? ചെറിയ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ വരുന്ന നോൺ സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് എസ്കാരിസ്, അതേപോലെ തന്നെ ഫാസിയോള, വോച്ചറേറിയ. ഇതുമാണ് നോൺ സെഗ്മെൻറ്റഡ് ആയിട്ടുള്ളതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 50. മാച്ച് കോളം ബി ആൻഡ് സി വിത്ത് കോളം എ. റെപ്റ്റീലിയ, അതേപോലെ തന്നെ റെപ്റ്റീലിയയുടെ നേരെ അപ്പം എന്ത് വരും? സ്കെയിൽസ് പ്രസൻ്റ് ആണ്. റെപ്റ്റൈൽസിന് സ്കെയിൽസ് പ്രസൻ്റ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് കീലോണാണ് എക്സാമ്പിൾ. ഇനി എയ്വ്സിൻ്റെ കേസിൽ അവരുടെ ബോഡിയിൽ എന്താ ഉള്ളത്? അവർക്ക് ഫെദർ പ്രസൻ്റ് ആണ്. എയ്വ്സിന് ഫെദർ പ്രസൻ്റ് ആണ്. എക്സാമ്പിൾ സിറ്റാക്കുല എന്ന് പറയുന്നത് എന്താണ്? സിറ്റാക്കുല എന്ന് പറയുന്നത് പാരറ്റാണ്. ഇനി മമേലിയ അവരുടെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് മാമറി ഗ്ലാൻസ്, പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പാൻതീറ മീൻസ് അതിൽ നിന്ന് ഏത് വേണമെങ്കിലും ആവാം. പാൻതീറ, ലിയോ, ടൈഗ്രസ് അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. ക്വസ്റ്റ്യൻ നമ്പർ 51. ഒബ്സർവ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് fill the blank columns A, B, C and D from the animals given in the track. ഹൈഡ്ര, ഷാർക്ക്, സ്പോഞ്ചില, ഒബീലിയ. അസിമെട്രി കാണിക്കുന്നത് ഒന്ന് സൈക്കൺ, മറ്റൊന്ന് സ്പോഞ്ചില. റേഡിയൽ സിമെട്രി കാണിക്കുന്നത് ഒന്ന് ഒബീലിയ, അതേപോലെ തന്നെ ഹൈഡ്ര. ഒബീലിയയും ഹൈഡ്രയാണ് റേഡിയൽ സിമെട്രി കാണിക്കുന്നത്. അതേപോലെ തന്നെ ബയലാറ്ററൽ സിമെട്രി കാണിക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഷാർക്ക് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 52. ഫിൽ ആൻഡ് കംപ്ലീറ്റ് ദ ചാർട്ട് ഗിവൺ ബിലോ. കോർഡേറ്റ്സിൻ്റെ ഫ്ലോ ചാർട്ടാണ് തന്നിട്ടുള്ളത്. കോർഡേറ്റിൽ 3 ടൈപ്പ് വരുന്നുണ്ട്, 3 സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റ്സിൽ വരുന്ന 2 സൂപ്പർ ക്ലാസ്സസ് ആണ് പിസസ് ആൻഡ് ടെട്രാപോഡ. ഓക്കെ, ഇനി ഇതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് എനി 2 ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫൈലം കോഡേറ്റ. ക്ലാസിഫൈ ടെട്രാപോഡ ഇൻറ്റു ക്ലാസസ്. ടെട്രാപോഡ്സിൽ വരുന്ന ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് എഴുതിയാൽ മതി. അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നിന്ന് വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കുറച്ചും കൂടി ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോന്നും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡയഗ്രാംസ് നോക്കണം. എന്നാൽ പോലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും സയൻറ്റിഫിക് നെയിംസ്, അല്ലെങ്കിൽ അത് കുറേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾസൊക്കെ നമ്മൾ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല മര്യാദയ്ക്ക്. സോ എക്സാമ്പിൾസിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക, അതേപോലെ തന്നെ എക്സാം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ചാപ്റ്ററിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു.